നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ SIT കണക്കുകൂട്ടുന്നത്. അതായത് തന്ത്രിക്ക് കൃത്യമായ പങ്ക് ഇതിനകത്തുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറെക്കാലമായിട്ടുള്ള ബന്ധമാണ്. ഗൂഢാലോചനയിലടക്കം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് SIT ഇതിനോടകം ശേഖരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രതി ചേർത്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SIT കരുതുന്നത്. അത് കോടതിയിലടക്കം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കും. ഈ അഴിമതി നിരോധന നിയമം പ്രകാരം തന്ത്രിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു SIT ഇത്രനാളും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ കൃത്യമായി നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം തന്ത്രിക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ശബരിമലയിൽ നിന്ന് മാസപൂജക്കടക്കം ഒപ്പം തന്നെ ശബരിമലയിൽ നിന്ന് കൃത്യമായി വരുമാനം ഉണ്ടാക്കുന്ന ആളാണ്. അത് ഔദ്യോഗികമായി തന്നെ വരുമാനം വാങ്ങിക്കുന്ന ആളാണ്, പണം വാങ്ങിക്കുന്ന ആളാണ് എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം തന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ പ്രതിയാക്കും, അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി SITയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. പോറ്റിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം, അതായത് തന്ത്രി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ വലിയൊരു സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തിയത് എന്നുകൂടിയാണ് SITക്ക് ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തന്ത്രിയുടെ അറസ്റ്റിന് ഇനി വൈകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്ക് കണ്ണിയാണ് തന്ത്രി എന്നുള്ള കാര്യം അന്വേഷണത്തിൽ ഉടനീളം SITക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ചോദ്യം ചെയ്യൽ വൈകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്ത്രി അടക്കമുള്ള മറ്റ് ചില ആളുകൾ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നത സ്ഥാനികരായിട്ടുള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പണമിടപാടുകൾ അടക്കം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ, തെളിവുകളൊക്കെ തന്നെ SIT ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ തന്ത്രിക്കുള്ള റോൾ അതെന്താണെന്നുള്ളതാണ് കോടതിയിൽ ഇനി സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവുക. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചന തന്നെ SITയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇത് ഏത് വകുപ്പിലാണ് കേസെടുക്കുക എന്നുള്ളതിലടക്കം SIT ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മറ്റു പ്രതികൾക്ക് ബാധകമാകുന്ന അതേ കുറ്റകൃത്യം തന്നെ അല്ലെങ്കിൽ അതേ വകുപ്പ് തന്നെ ഈ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ കൂടി ചുമത്തുക എന്നുള്ളതാണ് ഇപ്പോൾ SIT തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ അതിന്റെ അന്തിമഘട്ടത്തിലാണ്. അധികം വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിനകത്ത് SIT ഇപ്പോൾ ഈ തന്ത്രിയെ ഏറെ മണിക്കൂറുകളായി, അതായത് രാവിലെ മുതൽക്ക് തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്തു വരികയാണ്. തന്ത്രിയിൽ നിന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ 2018-19 കാലയളവിലൊക്കെ തന്നെ തന്ത്രി നിരന്തരം ബന്ധപ്പെടുകയും അതൊരു സ്പോൺസറും തന്ത്രിയും തമ്മിലുള്ള ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് ആ ബന്ധത്തിന് വ്യാപ്തിയുണ്ട്. പണമിടപാടടക്കം നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നതിലടക്കം തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ തന്ത്രിയുടെ റോൾ, തന്ത്രിയുടെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി SIT രേഖപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ SITക്ക് അതിനകത്ത് കൃത്യമായി തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിയുടെ അനുമതിയോടുകൂടി, തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി തന്നെയാണ് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ഈ പാളികൾ, അതായത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ഭൂമിയിലല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതിലടക്കം തന്ത്രി കൃത്യമായ ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ ഉപദേശം അതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ, തന്ത്രി ഭാഗഭാക്കായിട്ടുള്ള ഈ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്ത്രി ഏത് നിലയിലാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടതുള്ളത്. എത്രയാണ് പണം വാങ്ങിയിട്ടുള്ളത്, ഒപ്പം തന്നെ ഇതിനകത്ത് തന്ത്രിയുടെ പൂർണ്ണമായ സാമ്പത്തിക ലാഭം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടതുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തന്ത്രിയെ പ്രതി ചേർക്കാൻ SIT തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം. SITയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SITയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതിനോടകം തന്നെ അവർ ADGP H വെങ്കടേഷുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതിയും ലഭിച്ചിരിക്കുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നേരത്തെ SITക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു
തടസ്സം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള അനുമതിയും ഒപ്പം തന്നെ തെളിവുകളുമായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഒന്ന് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SITക്ക് മുമ്പിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ്, പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ള നിലയിലേക്ക് തന്നെ തന്ത്രിയെ കാണാൻ കഴിയും എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒന്നാം പ്രതി എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ എക്സിക്യൂഷൻ നടത്തി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിന്റെ ഗൂഢാലോചനയിലടക്കം തുടക്കം മുതൽക്ക് പങ്കാളിയായിരുന്ന വ്യക്തി തന്ത്രിയാണ് എന്നുള്ളത് കൂടി SITക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു.